നമസ്കാരം. കുഞ്ചാക്കോ ബോബൻ്റെ ഒരു സിനിമയ്ക്കകത്ത് ഈ നമ്മുടെ ആങ്കർ അതായത് മിഥുൻ മിഥുൻ പറയുന്നൊരു ഫേമസ് ആയ ഡയലോഗുണ്ട്. എന്തിന് അവളെ കെട്ടാതിരുന്നു, കെട്ടല്ലായിരുന്നോ, എൻ്റെ ജീവിതം നശിപ്പിച്ചില്ലയോ എന്ന് ചോദിക്കുന്നൊരു വളരെ കോമഡിയായിട്ടൊരു രംഗമാണ്. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വ്യക്തി എന്നെ ഒരു യൂറോപ്പ് രാജ്യത്തു നിന്ന് തന്നെ വിളിച്ചു. അദ്ദേഹവും ഫാമിലിയും നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുമായിരുന്നു. എന്നാൽ ഈ ഭാര്യയുടെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും വിദേശ രാജ്യങ്ങളിലൊക്കെ കുടിയേറി പാർത്തപ്പം ഈ പുള്ളിക്കാരിക്ക് ഭയങ്കര ഈഗോ. എനിക്കും പോകണം, എനിക്കും പോയി വിദേശത്ത് നിൽക്കണം, എനിക്ക് ആ ഒരു ലെവലിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ഭാര്യ നേഴ്സാണ്, ഭാര്യ പോയാൽ അതും ജനറലോ അങ്ങനെ എന്തോ BSc ആണോന്ന് സംശയമാണ്, ജനറലാണെന്ന് തോന്നുന്നു, നല്ലൊരു ജോലി കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഭർത്താവിനാണെങ്കിലും പോയാൽ ഈ പറയുന്ന രാജ്യത്തോട്ടൊന്നും ഒരു നല്ലൊരു ജോലി കിട്ടാനുള്ള സാധ്യത അദ്ദേഹത്തിനും കുറവാണ്. അപ്പം അതേസമയം ഈ മിഡിൽ ഈസ്റ്റിൽ അവർക്ക് അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട് രണ്ടുപേർക്കും. അപ്പോൾ എന്തിനാ ഇത് കളഞ്ഞിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർ ജയമ സമ്മതിക്കത്തില്ല. പുള്ളിക്കാർ സ്റ്റാറ്റസ് അത് അവർക്ക് അതുകൊണ്ട് അവർ പോയ കണ്ടോ, അവരുടെ മുന്നിൽ ഞാൻ ചെറുതാവാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഈ നമ്മളല്ലോ വീട്ടിൽ ഇറിറ്റേഷൻ ആയിക്കഴിഞ്ഞാൽ, രണ്ടഭിപ്രായമായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കുടുംബജീവിതം മുന്നോട്ട് പോകാൻ. അങ്ങനെ അദ്ദേഹം മനസ്സോടെ അദ്ദേഹം അങ്ങനെ അവസാനം സമ്മതിച്ച് ഇവർ പോയി. ഈ പറഞ്ഞ പോലെ തന്നെ ഇവരവിടെ ചെന്നെങ്കിലും ഞാൻ പറഞ്ഞല്ലോ പല ആൾക്കാരും യൂറോപ്പിലും മറ്റു രാജ്യത്തോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിലും അവരൊന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ പലരും പറയും അല്ല. ചില ആൾക്കാരൊക്കെ നല്ല ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്, പക്ഷേ പലരും വളരെ കഷ്ടപ്പാടിലാണ് ജീവിക്കുന്നത്. പലരും ഇന്ന് തിരിച്ച് ഇതേപോലെ ഈ നമ്മുടെ മിഡിൽ ഈസ്റ്റിലോട്ടൊക്കെ വന്നാൽ മതിയായിരുന്നു, പഴയ ജോലി മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന പല ആൾക്കാരുണ്ട്. കാരണം എന്നെ പലരും വിളിച്ച് സംസാരിക്കുമ്പം അവരുടെ സംസാരത്തിനകത്ത് വരുന്നൊരു കോമൺ ഫാക്റ്റാണ്, കാണിച്ച് മണ്ടത്തരമായിപ്പോയി, വെറുതെ ഇവിടെ വന്ന് നിൽക്കുകയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ എന്നൊക്കെ. ഒരുപാട് നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ട്, എങ്കിലും ചില സ്ഥലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ മനുഷ്യന് വന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഈ ഭാര്യയ്ക്കത് നേഴ്സാന്ന് പറഞ്ഞാലും ആ ഒരു നാട്ടിൽ മിനിസ്ട്രി ലെവലിൽ കിട്ടിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ മിനിസ്ട്രി ലെവലിൽ കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളമൊന്നും അവിടെ ചെന്നപ്പോൾ ഇല്ല. അപ്പം അവർക്ക് ഒരു ചെറിയൊരു ഒരു ഹോസ്പിറ്റലിൽ എന്തോ പ്രായമുള്ള ആൾക്കാരെ നോക്കാനോ അങ്ങനെ എന്തൊക്കെയാണ് ആ സ്ത്രീക്ക് ലഭിച്ച ജോലി. എന്നാൽ ഈ ഭർത്താവിന് ജോലി കിട്ടുന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ട്രേഡ് കിട്ടുന്നില്ല. ഒടുക്കം ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ പയ്യൻ പറയുന്നത് ഇവർക്ക് മാസം ചിലവ് നടക്കണ്ടേ, അതൊന്നും ആരും ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നൊന്നുമില്ല. കുട്ടികളുടെ എഡ്യൂക്കേഷനൊക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞാലും മറ്റ് ചിലവുകൾ നടക്കണമെങ്കിലും പിന്നെ താമസത്തിനുള്ള റെൻ്റ് കാര്യങ്ങളൊക്കെ പോകണമെങ്കിലും ഇവർ വേറെ ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പം ഈ പയ്യൻ പല ജോലിയും ചെയ്യുകയാണ്. അതായത് അവിടെ പോയിട്ട് അത്യാവശ്യം നല്ല ഒരു പൊസിഷനിൽ നല്ലൊരു ജോലിയിൽ ഈ ഗൾഫിൽ ഇരുന്ന ഒരു മനുഷ്യനാണ്. അവൻ പോയിട്ട് വണ്ടി കഴുകാൻ കൊടുക്കാൻ പോകുന്നുണ്ട്, പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്നുണ്ട്, പിന്നെ കിച്ചണിൽ ക്ലീനിങ്ങിന് പോകുന്നുണ്ട്, അല്ലാതെ മറ്റ് ക്ലീനിങ് ചെയ്ത് പോകുന്നുണ്ട്, ഈ വീടുകൾ ക്ലീൻ ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് ഈ പല ആൾക്കാരും അഡ്വർടൈസ്മെൻ്റ് ഇടും, എൻ്റെ വീട് ക്ലീൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഡെയിലി വേജസ് പോലെ പുള്ളി പോകുന്നുണ്ട്. ശരിക്കും കഷ്ടപ്പാടാണ്. എന്നോട് പറയുകയാണ്, ചിലപ്പം 12 മണിക്കൂർ 13 മണിക്കൂറൊക്കെ പല ജോലികൾ ചെയ്താൽ പോലും ഞങ്ങൾക്കിപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ഭാര്യ ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെയും പുള്ളിക്കാരി ജോലിക്ക് പോകുന്നുണ്ട്, മറ്റ് ജോലികളൊക്കെ ഈ പാർട്ട് ടൈം പോലെ ചെയ്യുന്നുണ്ട്. ശരിക്കും എന്ന് പറഞ്ഞാൽ വളരെയധികം സർവൈവ് ചെയ്യുകയാണ്. പിന്നെ ഒടുക്കത്തെ തണുപ്പും കാര്യങ്ങളും. എന്നോട് പറയുകയാണ്, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. എന്നാൽ ഇപ്പോഴും പുള്ളി പറയുന്നുണ്ട്, നമുക്കങ്ങ് തിരിച്ചു പോകാം, നമ്മുടെ ഗൾഫിലോട്ട് തന്നെ പോകാം. അവിടെ പുള്ളിക്കാരി ജയമോ സമ്മതിക്കത്തില്ല. നാട്ടിൽ പോകാമെന്ന് പറഞ്ഞാലും സമ്മതിക്കത്തില്ല, വേണ്ട ഇവിടെ കിടക്കണം. അപ്പം പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റാറ്റസ് നോക്കി മറ്റുള്ളവരെ കാണിക്കാൻ 10 ഫോട്ടോ ഇട്ട് അടിപൊളി ഡ്രസ്സ് ഇട്ടിട്ട് കുറേ ഫോട്ടോ ഇട്ടിട്ട് കുറേ സ്റ്റാറ്റസ് ഇടുന്നതല്ലാണ്ട് റിയൽ ലൈഫിൽ അയാളുടെ കാര്യമാണ് പറഞ്ഞിട്ടോ, എല്ലാവരുടെയും കാര്യമല്ല, റിയൽ ലൈഫിൽ ഒരു സന്തോഷമായിട്ട് എന്നോട് പറയുകയാണ്, ഒരു സന്തോഷമായിട്ടൊരു ക്രിസ്മസും ഒരു സന്തോഷമായിട്ടൊരു ഓണം ആഘോഷിച്ച് ഞങ്ങൾ കാലം മറന്നുപോയത്. കാരണം അവരിപ്പോൾ അതാണ്ട് 4-5 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ കിടന്ന് നരകിക്കുക എന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ പറയുന്നത്, ഈ പോകാനൊക്കെ റെഡിയാക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് നല്ല ജോലിയുണ്ട്, നിങ്ങൾക്ക് നല്ല സ്റ്റാറ്റസാണ്, നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പോകണം. നിങ്ങൾ നാളെ എത്ര വലിയ കാശുകാരായെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഈ പറയുന്ന ആൾക്കാരൊന്നും കാണത്തില്ല. നിങ്ങൾ എത്ര മോശപ്പെട്ട രീതിയിൽ പോയാലും ഒരു മനുഷ്യൻ പോലും സപ്പോർട്ട് ചെയ്യണമെന്നും നിർബന്ധമില്ല. മറ്റുള്ളവരെ കാണിക്കാനായിട്ട് നിങ്ങളുടെ നല്ലൊരു ലൈഫ് കളഞ്ഞ് മറ്റ് വിദേശ രാജ്യത്തേക്കൊക്കെ പോകുന്നവർ സത്യമായിട്ട് ഒന്നുകൂടെ റീതിങ്ക് ചെയ്യണം. അല്ലെങ്കിൽ ഈ പോയ ആൾക്കാരോട് അവരുടെ അനുഭവം ഒന്ന് അന്വേഷിക്കുന്നല്ല, നിങ്ങൾക്ക് സുഖമാണോ, നിങ്ങൾ നല്ല രീതിയിലാണോ പോയത്, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത ലൈഫ് അവിടെ ലഭിക്കുന്നുണ്ടോ.
പലരും നോ എന്നേ പറയത്തുള്ളൂ. ശ്രദ്ധിക്കുക. താങ്ക് യു.